right now we are traveling from Fayok to Kannur, and fortunately we happened to meet a person who have Kanjamundi as a part of his family ritual, so we will share the experience of practicing Kanjamundi with him. ചേട്ടാ നമസ്കാരം. നമ്മളെ വീട്ടിൽ കഞ്ചാമുണ്ടി കഴിപ്പിക്കുന്നെന്ന് പറഞ്ഞില്ല, ആ ഒരു അനുഭവത്തെക്കുറിച്ചും അത് കഴിപ്പിക്കാൻ പശ്ചാത്തലത്തെക്കുറിച്ചും. വീട്ടിലല്ല, ക്ഷേത്രത്തിലാണ്. അതായത് തറവാട് ക്ഷേത്രം. കരിഞ്ഞാമുണ്ടിൻ്റെ ഇതാണ് ചൈതന്യം, ആ ഒരു 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 ഉറയൽ, ആ വെളിച്ചപ്പാട് പോലെ ആ ഒരു സമയത്ത്, ആ ഒരു രൗദ്രഭാവം, ആ സമയത്താണ് ഈ ആടിനെ കൊണ്ടുവന്നിട്ട് ഇറക്കുന്ന ഒരു സമയം. അത് എല്ലാ ചാമുണ്ടി ക്ഷേത്രത്തിലും ഇല്ല, അപൂർവം ചില ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ. അതിപ്പം പിന്നെ പൊതുവെ ഈ വണ്ണാന്മാർ മലയന്മാരല്ല, വണ്ണാന്മാർ, അവരവകാശമാണ് ഈ കരിഞ്ഞാമുണ്ടി കഴിക്കുന്നത്. ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്ക് കരിഞ്ഞാമുണ്ടി തെയ്യം നിൽക്കൂല, എഴുന്നേറ്റ് നിൽക്കൂല. ഈ തെയ്യം ഇരുന്നിട്ട് ഇങ്ങനെ തെരഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിരുന്ന് ഇങ്ങനെ ഇരുന്നെടുക്കുന്ന എണീക്കാൻ പറ്റില്ല തെയ്യത്തിൽ. അങ്ങനെ ഒരു പ്രത്യേക തെയ്യം. അതും പിന്നെ ആടിനെല്ലാം കടിച്ചിട്ടില്ല, ഇതെന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര സംഭവം. രൗദ്രഭാവം ശരിക്കും കാണണം. ശരിക്കും പറഞ്ഞാൽ ഈ ദേവിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അച്ചട്ടായിട്ട് പലിക്കുന്ന നമ്മളെല്ലാം വിശ്വാസം, നമ്മളെ അനുഭവം അങ്ങനെയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു ആടിനെ ഞാനവിടെ കൊടുത്തിരുന്നു പറഞ്ഞു. ആട് ഏതാണ്ട് ഇത്രയുണ്ട്, രണ്ടാൾക്ക് പിടിച്ചാൽ കിട്ടൂല. അങ്ങനത്തെ ആടിനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോന്നിട്ട് ഇങ്ങനെ കടിച്ചിരിക്കുക, അത് കാണേണ്ടതാണ്. ആ സമയത്ത് അങ്ങനെ ഒരു എനർജി വരുന്നതാണ്. ഒരു സെക്കൻഡ്, അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. അതും ഈ വെളുപ്പം കാലത്ത് 3 മണിക്ക്, ഏതാണ്ട് 2:45-3 മണിക്ക് ഈ സംഭവം. ഇപ്പോൾ 5 മിനിറ്റ് ഒരു തോട്ടമുണ്ട്, ഒരു 5-10 മിനിറ്റ്. അത് കഴിഞ്ഞപാട് ഇതായി, പിന്നെ മുഖത്തെഴുതലായി, ആടുന്ന തന്നെ വാരിക്കെട്ടലായി, തെയ്യം എല്ലാം കൂടെ ഒരു 2 മണിക്കൂർ മാക്സിമം. പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റില്ല, ശരിക്കും ഈ സ്ത്രീകൾക്ക് കാണാൻ പറ്റില്ല എന്നാണ് പ്രമാണം. പക്ഷെ ഇപ്പം പിന്നെ അപൂർവം ചില ആൾക്കാരുടെ മുന്നിൽ കാണുന്നുണ്ട്. അതിന്റെ പിന്നിൽ എങ്ങനെയുള്ള കഥകൾ എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ അത് പിന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ് തെയ്യം. വീടുകളിൽ സാധാരണ ഒരു നേർച്ച എന്നുള്ള രൂപത്തിൽ കഴിക്കുന്നത് മുത്തപ്പൻ, മുത്തപ്പൻ തെയ്യം, അതുപോലെ പുളിയൻ തെയ്യം, അല്ലെങ്കിൽ ശൈവ ശക്തിയിലേക്ക് വരുന്നതാണ്. ഇതല്ലതെ പൊട്ടൻ ദൈവം, പുളിയൻ ദൈവം, അതുപോലെ തമാശയല്ല, തമാശ മാത്രമല്ല, അത് വളരെ സീരിയസ് ആണ്. അതായത് നമ്മളെ ഈ ജാതക പ്രകാരം പറയുമ്പോൾ ഗുളികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം, അതാണ് പ്രമാണം. അങ്ങനെ നമ്മൾ കേട്ടതേ. ഈ ഗുളികൻ ദൈവത്തിന് ഒരു പ്രത്യേക കാര്യമാണ്. ഇതവിടെ ഒന്നും കളിക്കാൻ പാടില്ല നമ്മൾ, അതാണ് നമ്മളെ വിശ്വാസം. അവരോട് അധികം നമ്മൾ അടുക്കാനും പാടില്ല, അകലാനും പാടില്ല. ഒരു 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 അല്ലേ, ഒരു പ്രത്യേക ഒരു നിലപാട് വെച്ചിട്ട്. മുത്തപ്പൻ അങ്ങനെയല്ല, സഹായിയാണ്. അത്ര പെട്ടെന്നൊന്നും ആളങ്ങനെ വെറുക്കൂല. അതിലേറെ പവറുള്ള സംഭവമാണ് ഈ പൊട്ടൻ ദൈവം. പിന്നെ ഇതിനെല്ലാം കൂടാണ്ട് വേറൊരു സംഭവമുണ്ട്, ഒരു ഒറ്റക്കോലം അല്ലേ, ഒറ്റക്കോലം എന്ന് പറഞ്ഞ ദൈവം. അത് ഒരു വല്ലാത്ത ഒരു തെയ്യാണ് ഒറ്റക്കോലം. അതിന് പുറമെ മറ്റേ വേറൊരു തെയ്യണ്ടല്ല, നമ്മൾ മറ്റേ ഇത് ഒറ്റക്കോലത്തിന് പുറമേയുള്ള മേലേരിയിൽ പോകുന്നത്. മേലേരിയിൽ ഈ തെയ്യെല്ലാം പോകും, ഒറ്റക്കോലം പോകും, പിന്നെ ഈ പൊട്ടൻ ദൈവം പോകും, ഇതെല്ലാം പോകും. കരിഞ്ചാമണ്ടി മേലേരിയിൽ വീഴുന്ന കരിഞ്ചാമണ്ടി ഞാൻ കണ്ടില്ല. പക്ഷേ ചാമണ്ടി 2-3 തരത്തിലുണ്ട്. കരിഞ്ചാമണ്ടി, അതുപോലെ രക്തചാമണ്ടി, മറ്റേ മടയിൽ ചാമണ്ടി, കൊണ്ടൂർ ചാമണ്ടി, അങ്ങനെ ഒരുപാട് ചാമണ്ടികളിൽ തന്നെ ഒരുപാട് വ്യത്യസ്തത ഉണ്ട്. കരിഞ്ചാമണ്ടിക്കാണ് ശരിക്കും പറഞ്ഞാൽ പ്രാധാന്യം. പുളിങ്ങോത്തമ്പലം ശരിക്കും പിന്നെ പള്ളി, ഒരു ഭാഗം പള്ളി, മുസ്ലിം പള്ളി, പിന്നെ ഒരു ഭാഗം നമ്മളെ പൊട്ടൻ ദൈവത്തിൻ്റെ ഒരു ശക്തി, ഒരു ചെറിയൊരു ക്ഷേത്രം പോലെയുള്ളൊരു ഒരു ഇത്. ആദ്യത്തെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിയിലെ നേരെ ഒരു വലിയൊരു പാറ ഉരുണ്ട് വീഴാൻ വരുന്ന സമയത്ത് കറങ്ങി കേട്ടതാണ് ഈ പൊട്ടൻ ദൈവം ആടെ ഇങ്ങനെ കുത്തി ഒരു വടി കൊണ്ട് ഇങ്ങനെ തടഞ്ഞു തെറ്റിയെന്നാണ് പറയുന്നത്. അതിപ്പോൾ കാണാനുണ്ടല്ലോ, ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ ആടെ ഉറൂസാണ്, പള്ളിയിൽ ഉറൂസാണ്. മകാമുറൂസ് എന്ന് കേട്ടില്ലേ, പുളിങ്ങോ മകാമുറൂസ്, ഭയങ്കര പേര് കേട്ടതാണ്. ഈ ഉറൂസ് കഴിക്കുന്നതിന് നേരെ മുമ്പേ ആടെ പൊട്ടൻ ദൈവത്തിന് കലശം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ
അവിടെ പിന്നെ അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം ഇല്ല ഇതൊന്നും വേറൊരു വീടുണ്ട് എല്ലാവരും കറക്റ്റാണ്.